ഇന്ത്യയിൽ ജീവിക്കുന്നവർ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ എവിടെ ഉണ്ടാക്കുന്ന ഇൻകത്തിന്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുക. അതാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കൊടുക്കുന്ന ടാക്സ് ആണ്. ബ്ലാക്ക് മണി, ഗ്രേ മണി ഇത് രണ്ടും ഒരു ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ടാക്സ് അടയ്ക്കാതെ ഗവൺമെന്റിന് കിട്ടേണ്ട ഏതെങ്കിലും ഒരു റവന്യൂ കിട്ടാൻ തടസ്സം നിൽക്കുകയോ അതിന് സഹായിക്കുകയോ ചെയ്യണ എന്ത് പ്രവൃത്തിയും ബ്ലാക്ക് മണി ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ TDS-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, മറ്റേ TCS ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. സാലറിയുടെ TDS എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മുഴുവൻ സാലറിയുമേ വരുന്ന ടാക്സ് എത്രയാണോ അത്രയുമാണ് കട്ട് ചെയ്യണം. നികുതി സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രത്യേക ദിനം ആചരിക്കുക എന്നുള്ളത് അങ്ങനെ സാധാരണമായി പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല. ജൂലൈ 24 ഇന്ത്യൻ ഇൻകം ടാക്സ് ദിനമാണ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് മണിമേസ് ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നത്. ബിജോ എം പൗലോസ് നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. പ്രധാനമായും ഈ രണ്ട് ടാക്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഇൻകം ടാക്സ് ദിനം എന്ന് പറയുന്നത് ജൂലൈ 24 അത് ആളുകൾക്കറിയാവോ എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് ഇൻകം ടാക്സ് തന്നെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാധാരണ ആ ദിവസം ഒരു ട്വീറ്റൊക്കെ പറയാറുണ്ട്, ഇന്ന് ഇൻകം ടാക്സ് ഡേ ആണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് വേണ്ടി കുറച്ചധികം അവരുടെ പ്രചരണ പരിപാടികൾ കുറച്ച് കണ്ടിരുന്നു. അതെ, ഇൻകം ടാക്സ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ജൂലൈ എന്ന് പറയുന്നത് ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി വൈഡറായിട്ട് ജൂലൈ 1 എന്ന് പറയുന്നത് നമ്മുടെ GST ദിനമാണ്. അതായത് GST നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2017 ജൂലൈ 1-ാം തീയതിയാണ്. അതുകൊണ്ട് ജൂലൈ 1 GST ദിനമാണ്. ജൂലൈ 1-ാം തീയതി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ദിനമാണ്. ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ ആണ്. ജൂലൈ 24 ഇൻകം ടാക്സ് ദിനമാണ്. അങ്ങനെ ഈ 3 ദിനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജൂലൈയിൽ ക്ലസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ GST ദിനവും ഇൻകം ടാക്സ് ദിനവും ഒരുമിച്ച് പറഞ്ഞ ജൂലൈയിൽ ഈ ഒരു ചർച്ച വളരെ രസകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ശ്രീത ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? അത് ഈ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അധ്യാപകർ പറയുന്ന ഒരു ക്രൂഡ് തമാശയുണ്ട്. അതായത് നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ, നമ്മൾ വീട്ടിൽ ചെന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത്, അതായത് മുമ്പ് കുട്ടികൾക്ക് ജോലിയില്ല, പണ്ട് ഭാര്യമാരും വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. നമ്മൾ 10-25 കൊല്ലം മുമ്പ് കേട്ടേക്കുന്ന ഒരു തമാശയാണ്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ക്രൂഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കുട്ടി അല്ലെങ്കിൽ ഭാര്യ ഇന്ന ആവശ്യമുണ്ട്, അതിന് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിച്ചു വാങ്ങുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. നമ്മൾ ഷർട്ട് അഴിച്ച് ഹാങ്കറിൽ തൂക്കിയിട്ട് മാറുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് അവർ നമ്മളറിയാതെ എടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ക്രൂഡ് എക്സാംപ്ലിഫൈഡ് ഡെഫിനിഷൻ അവർ പറഞ്ഞു തരുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ അത് അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാർട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ, എത്രത്തോളം ശരിയാണെന്നുള്ളതൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതിനെ ഉദാഹരിക്കാൻ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഒരു വ്യക്തിക്ക് നമ്മൾ ആ ഒരു രാജ്യത്ത് താമസിക്കുമ്പോഴത്തേക്കും അവിടെ വെച്ച് അയാൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ആ രാജ്യത്ത് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ആ രാജ്യത്ത് അയാൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ, അല്ലെങ്കിൽ അയാൾ അവിടെ ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്നവർ റെസിഡന്റ് ആയിട്ടുള്ള ഒരാൾ എവിടെ ഉണ്ടാക്കുന്ന ഇൻകത്തിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുക. അതാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. നേരിട്ട് ഉള്ള നികുതിയാണ് പ്രത്യക്ഷ നികുതി. എന്താണോ നമ്മുടെ ഇൻകം അതിനനുസരിച്ച് ടാക്സ് കൊടുക്കുക. പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കൊടുക്കുന്ന ടാക്സ് ആണ്. അത് ഇവിടെ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് മരിക്കണ ഏതൊരാളും, അത് പിഞ്ചു കുഞ്ഞായിക്കോട്ടെ, പണ്ഡിതനായിക്കോട്ടെ, പാമരനായിക്കോട്ടെ, ഈ നാട്ടിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇൻഡയറക്റ്റ് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നെഞ്ചി കൈവച്ച് പറയാം, ഞാൻ ടാക്സ് കൊടുത്ത് ജീവിക്കണവനാണ്. എന്തുകൊണ്ടാണ്? ഇൻകം ടാക്സ് കൊടുക്കണോണ്ടല്ല, നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കണോണ്ടാ. സിനിമ കാണാൻ പോയോ, അവിടെ എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് GST ആയി. നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് അവൈൽ ചെയ്യുകയോ എന്ത് ചെയ്താലും അവിടെ നമ്മൾ GST കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ എന്ത് കൺസ്യൂം ചെയ്ത് ഇവിടെ ജീവിക്കണോ, ഒരാൾക്ക് ഇവിടെ ജനിച്ച് മരിക്കണ വരെ ഏതെങ്കിലും ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ബെയർ ചെയ്യാതെ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ, സ്ട്രെയിറ്റ് നമ്മുടെ ഇൻകത്തിന്റെ പുറത്ത് വരുന്ന ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നും
സർവീസുകളിൽ നിന്നും ഈടാക്കുന്ന ടാക്സ് ആണ്. ഇതാണ് ഒരു വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഡെഫിനിഷൻ. ഈ പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഇൻകം ടാക്സും GST ആണെന്ന് പറഞ്ഞു. ഇതല്ലാതെയുള്ള പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും ഉണ്ടോ? അതായത് ഡയറക്ട് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് നമ്മുടെ നാട്ടിൽ ഡയറക്ട് ടാക്സസിന്റെ അതോറിറ്റി. അതുപോലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അതാണ് പരോക്ഷ നികുതിയുടെ നമ്മുടെ നാട്ടിലെ അതോറിറ്റി. അവരുടെ കീഴിൽ വരുന്നത് ഇപ്പോൾ CBDT കീഴിൽ ഇപ്പോൾ ഡയറക്ട് ടാക്സ് ആയിട്ടുള്ളത് ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. മുമ്പ് വെൽത്ത് ടാക്സും ഗിഫ്റ്റ് ടാക്സും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് രണ്ടും നിലവിലില്ല. അതായത് ധനനികുതി അല്ലെങ്കിൽ സ്വത്ത് നികുതിയും സമ്മാനങ്ങൾ കൊടുക്കുന്നതിലെ നികുതി ഗിഫ്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും ടാക്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് അബോളിഷ് ചെയ്യുകയും ചില കാര്യങ്ങൾ ഇൻകം ടാക്സിന്റെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രണ്ട് നിയമങ്ങൾ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് CBDT കീഴിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് എന്ന് പറയാം. പക്ഷെ CBDT കീഴിലല്ല അത് വരണമെന്ന് മാത്രം. പ്രോപ്പർട്ടിയുടെ ഡയറക്റ്റ് പ്രോപ്പർട്ടിയുടെ പുറത്താണല്ലോ ടാക്സ് അടിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ഡയറക്ട് ടാക്സ് എന്ന് പറയാം. ഇൻഡയറക്ട് ടാക്സ് മുമ്പുണ്ടായിരുന്ന സർവീസ് ടാക്സ്, VAT, GST മീൻസ് KGST, CGST മുമ്പുണ്ടായിരുന്ന CST സെൻട്രൽ സെയിൽസ് ടാക്സും കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ സെയിൽ ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരോക്ഷ നികുതികളായിരുന്നു. ഇപ്പൊ അതെല്ലാം അബോളിഷ് ചെയ്തിട്ട് എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ GSTയും കസ്റ്റംസ് ലോയും, ഇത് രണ്ടുമാണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ കീഴിൽ വരുന്നത്. ഈ CBICയുടെ കീഴിൽ വരുന്ന പരോക്ഷ നികുതികൾ. അവിടെ പരോക്ഷ നികുതികൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വൈഡ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നത് കുറച്ചിട്ടാണ് ഭരണ സൗകര്യത്തിനും കൂടുതൽ ആളുകളെ ടാക്സ് ബേസിലേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടാക്സുകളുടെ എണ്ണം കുറച്ച് അവർ ടാക്സ് ബേസ് കൂട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സെസ്സുകൾ ഉണ്ടല്ലോ, ഇവയെ നികുതിയുടെ ഏത് വിഭാഗത്തിൽപ്പെടുത്താവുന്ന? സെസ്സുകൾ കളക്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെസ്സിന് കൃത്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും സാധാരണ ഇതിൽ സെസ്സുകൾ ഏർപ്പെടുത്തുന്നത്. ടാക്സ് ജനറലി ഗവൺമെന്റിന്റെ റവന്യൂ ജനറേറ്റിംഗ് മാർഗങ്ങളാണ് സാധാരണ ടാക്സുകൾ. സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എഡ്യൂക്കേഷൻ സെസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെസ്, ഫ്ലഡ് സെസ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് സെസ് ഏർപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഫ്ലഡ് കാരണം ഉണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് കേരളത്തിനെ നവീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുനർനിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്ലഡ് സെസ് ഏർപ്പെടുത്തിയത്. ഇപ്പൊ നമ്മുടെ ഇൻകം ടാക്സിന്റെ കൂടെയുള്ള സെസ് എന്തിനാന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും വളരെ കുറഞ്ഞ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉള്ളവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂട്ടി കൊടുക്കാം. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, സെസ്സുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു പർട്ടിക്കുലർ മോട്ടീവോട് കൂടിയായിരിക്കും. ആ കളക്ഷൻ അതിനായിരിക്കും അത് ഉപയോഗിക്കുക എന്നുള്ളത്. അതാണ് സെസ്സും ടാക്സും തമ്മിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ പ്രത്യക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ബ്ലാക്ക് മണി, അതിനെ എളുപ്പിച്ചെടുക്കുക എന്നുള്ള സംഗതികളെക്കുറിച്ചാണ്. പല വാർത്തകളും വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൻ്റെ റെയ്ഡുകൾ ഉണ്ടാകുന്നു, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നതും അതിലെ ഗ്രേ മണി എന്ന് പറയുന്നത്, അതിലെ വൈറ്റ് മണി ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് അതിനെ എങ്ങനെയാണ് മൊത്തത്തിലൊന്ന് സംഗ്രഹിക്കുക? ബ്ലാക്ക് മണി, ഗ്രേ മണി ഇത് രണ്ടും ഒരു ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഈ കരി നിയമം അല്ലെങ്കിൽ കരിഞ്ചന്ത എന്നൊക്കെ പറയുന്നത് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നതിന് പകരം ഗ്രേ മണി എന്ന് പുറത്ത് വിദേശത്തൊക്കെ ഉപയോഗിച്ച് വരണം. പക്ഷെ പൊതുവെ ഇപ്പൊ നമ്മളിവിടെ പൊതുവെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്ത മാർഗങ്ങളിലൂടെ സമ്പാദിക്കുകയും അത് ടാക്സ് അടയ്ക്കാതെയും കീപ്പ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പൊതുവെ ബ്ലാക്ക് മണി എന്ന് ഇവിടെ ആളുകൾ പറയുന്നത്. ഗ്രേ മണി എന്ന് പറയുന്നത് സമ്പാദിച്ചേക്കണത് നിയമം അനുവദിക്കുന്ന മാർഗങ്ങളിൽ കൂടെ തന്നെയാണ്. പക്ഷെ അത് നികുതി അടച്ചിട്ടില്ല, നികുതി വെട്ടിപ്പ് നടത്തി കീപ്പ് ചെയ്തിരിക്കുന്ന പണത്തെയാണ് പൊതുവെ ഗ്രേ മണി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കണ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലെല്ലാം ഗ്രേ മണിയും ബ്ലാക്ക് മണിയും ഒരേ രീതിയിലാണ് അവർ പറയണത്. ഈ ബ്ലാക്ക് എന്നുള്ളതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലായ്മ ഒഴിവാക്കാനാണ് ഗ്രേ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പൊതുവെ പറയണത് ഇതാണ്, അതായത് നിയമാനുസൃതമല്ലാത്ത മാർഗങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ട് ഒബ്വിയസ്ലി അപ്പോൾ നികുതിയും വെട്ടിച്ചായിരിക്കും ഇരിക്കുന്നത്. ആ പണത്തിനാണ് നമ്മളിവിടെ ബ്ലാക്ക് മണി എന്ന് പൊതുവെ പറയണത്. ഗ്രേ മണി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നിയമപരമായ മാർഗങ്ങളിലൂടെ ഇപ്പോൾ കച്ചവടമൊക്കെ നടത്തി ഉണ്ടാക്കി പക്ഷെ ടാക്സ് അടച്ചിട്ടില്ല, അങ്ങനെയുള്ളതിനെ പറയാം. ഇനിയിപ്പോൾ എങ്ങനെയായാലും ഇത് രണ്ടും നിയമവിരുദ്ധമാണെന്നുള്ളതാണ്, അതായത് ടാക്സ് അടയ്ക്കാത്ത പണം കള്ളപ്പണമാണെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് വെളുപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ശ്രീത്ത് അവസാനം ചോദിച്ച ഈ മണി ലോണ്ടറിങ്, അത് ഈ ഏത് രീതിയിൽ ഉണ്ടാക്കിയ കാശാണെന്നുണ്ടെങ്കിലും ഇത് നേരെ നമ്മളുടെ സാമ്പത്തിക വിനിമയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വെളുപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റിയും ഒരു കഥ പറഞ്ഞു കേട്ടേക്കണം. എന്താണെന്ന് വെച്ചാൽ
അമേരിക്കയിൽ ഈ ഇതുണ്ടല്ലോ, ഈ കള്ളക്കടത്തും പെൺവാണിഭവും വേശ്യാലയ നടത്തിപ്പൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വലിയ കാർട്ടലുകളുണ്ട്. അവരുടെ കയ്യിൽ നിയമവിരുദ്ധമായ പണം ഇങ്ങനെ കുമിഞ്ഞുകൂടി. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ലോണ്ടറിങ്, ഈ അലക്ക് ബിസിനസ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആയിരുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ കുറഞ്ഞ ടാക്സ് ഉള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ കാർട്ടലുകൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ലോണ്ടറിങ് സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേകിച്ച് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ആൾക്കാരെ അലക്കാൻ കൊടുത്തു, അലക്കി കൊടുത്തു എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളില്ല. അപ്പോൾ ഈ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച ഈ പണം ഇവിടുത്തെ കളക്ഷനാണെന്ന് പറഞ്ഞിട്ട് ഈ ടാക്സ് ഇല്ലാത്ത സ്റ്റേറ്റുകളിൽ അത് ഈസി ആയിട്ട് വെളുത്തു. ടാക്സ് ഉള്ള സ്റ്റേറ്റുകളിലാണെങ്കിലും ആ കുറഞ്ഞ ടാക്സ് അടച്ചിട്ട് ഈ മെയിൻ സ്ട്രീമിലേക്ക് ഈ പണം കൊണ്ടുവന്നു. അങ്ങനെ ഈ ലോണ്ടറി ഉപയോഗിച്ച് പണത്തിനെ ലെജിറ്റിമേറ്റ് ആക്കി എടുത്ത് അതിനാണ് മണി ലോണ്ടറിങ്. ഇത് ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ കഥയാണോ എന്ന് എനിക്കറിയില്ല, ഞാനിത് ഇന്റർനെറ്റിൽ വായിച്ചതാണ്. പക്ഷെ നമുക്കത് ഒരു യുക്തിഭദ്രമായിട്ട് തോന്നാൻ ഈ മണി ലോണ്ടറിങ് എന്നുള്ള വാക്കും ഈ ലോണ്ടറി ചെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ യുക്തിഭദ്രമെന്ന് തോന്നാം. അപ്പോൾ അതേ കാര്യം തന്നെ ഇപ്പൊ നമ്മളിവിടെ പൊതുവെ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തി, ഇപ്പൊ കള്ളക്കടത്തോ അല്ലെങ്കിൽ കൈക്കൂലി ഒക്കെ മേടിച്ചിട്ട് കിട്ടിയ പണം എന്തെങ്കിലും ഒരു ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടിയ കളക്ഷൻ ആണെന്ന് പറഞ്ഞ് വെളുപ്പിച്ചെടുക്കുന്നതിനെ നമുക്ക് മണി ലോണ്ടറിങ് എന്ന് പറയാം. നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത സോഴ്സിൽ വരുന്ന ഫണ്ടിനെ ഒരു മാന്യമായ സോഴ്സിലേക്ക് മാറ്റി ടാക്സ് അടച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും മാർഗങ്ങളിൽ കൂടെ ആണെങ്കിലും നമ്മളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഗൗരവമായ കുറ്റമായിട്ടാണ് സർക്കാർ കാണുന്നത്. ഈ മണി ലോണ്ടറിങ്ങിന് അഗേൻസ്റ്റ് ഒരു ആക്റ്റും അതിന്റെ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് അത് കാണുന്നത്. മാത്രമല്ല അത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനെ തകർത്ത് കളയുന്ന ഒരു കാര്യമായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്ലാക്ക് മണി, ഗ്രേ മണി, മണി ലോണ്ടറിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു കിക്ക് കിട്ടുന്ന പദങ്ങളാണെങ്കിൽ പോലും ഒന്നും വളരെയേറെ ശിക്ഷകളും ശിക്ഷാ നടപടികളൊക്കെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. പരമാവധി അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ നിയമം അനുസരിക്കുന്ന പൗരന് ചെയ്യാൻ പറ്റണത്. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് മണി എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ ഞാനോ ശ്രീജിത്തോ ബ്ലാക്ക് മണി ഉണ്ടാക്കുകയോ ബ്ലാക്ക് മണിക്ക് കൂട്ടു നിൽക്കുകയോ ചെയ്യുന്ന ഒരാളാണെന്ന് ശ്രീജിത്ത് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെല്ലാവരും അത് ചെയ്യുന്നവരാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. എവിടെയാണ് നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുന്നു, അതിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ത്രൂ ബാങ്ക് നടത്തുന്നു, കുറച്ച് എമൗണ്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. നമ്മൾ ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യാൻ കൂട്ടു നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥലം വിൽക്കുമ്പോൾ ആധാരത്തിൽ കാണിക്കാതെ ഇപ്പോൾ 1 കോടി രൂപയ്ക്ക് കച്ചവടം നടക്കുന്നു, 60 ആധാരത്തിൽ കാണിച്ചു, 40 ആധാരത്തിൽ കാണിക്കുന്ന 40 ലക്ഷം രൂപ ബ്ലാക്ക് മണിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരും ഉന്നത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥത്തിന്റെ മുകളിലിരിക്കുന്നവരും കൈക്കൂലി വാങ്ങണവരും മാത്രമല്ല ബ്ലാക്ക് മണി ഉണ്ടാക്കണേ. നമ്മൾ ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബ്ലാക്ക് മണിക്ക് കൂട്ടു നിൽക്കുന്നവരാണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. നമ്മളൊരു കടയിൽ ചെന്ന് ബില്ല് വാങ്ങാതെ ഒരു സാധനം ഇപ്പൊ ബില്ലോട് കൂടിയാണെങ്കിൽ നമുക്ക് 50 രൂപയാവും, ബില്ലില്ലെങ്കിൽ 40 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ അവൻ ടാക്സ് വെട്ടിക്കാണ്, നമ്മൾ അതിന് കൂട്ടു നിൽക്കുകയാണ്. വി ആർ ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് എ ബ്ലാക്ക് മണി എക്കോണമി. അത് നമ്മൾ 10 രൂപയായിരിക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആ 10 രൂപ ഉണ്ടാക്കാൻ നമ്മൾ അവരെ സഹായിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് വേറെ ഒരു ഗ്രഹത്തിൽ നിൽക്കുന്ന കാര്യമല്ല, നമ്മൾ കൂടി ഇൻവോൾവ് ആവണ ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ടാക്സ് അടയ്ക്കാതെ ഗവൺമെന്റിന് കിട്ടേണ്ട ഏതെങ്കിലും ഒരു റവന്യൂ കിട്ടാൻ തടസ്സം നിൽക്കുകയോ അതിന് സഹായിക്കുകയോ ചെയ്യണ എന്ത് പ്രവൃത്തി ബ്ലാക്ക് മണി ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് മണി എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കൊരു ധാരണയുണ്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, ഇത് വേറെ ആരൊക്കെയോ ചെയ്തുണ്ടാക്കുന്ന പ്രശ്നമാണെന്ന്. നമ്മൾ നമ്മൾ നേരത്തെ ഇൻഡയറക്ട് ടാക്സിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മളിവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ നമ്മൾ ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനിലും അതിനെ സഹായിക്കുന്ന ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു വലിയ ഒരു സംഗതി തന്നെ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, നമ്മൾ ലോട്ടറിയെ പറ്റി ചെയ്ത ആ ഒരു എപ്പിസോഡിന്റെ താഴത്ത് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മളിതിന്റെ ടാക്സ് കോംപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അതിന്റെ താഴത്ത് വന്നിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലിക്കേഷൻ ഒന്നും പോകില്ല, അത് ബ്ലാക്കിൽ കൊടുത്ത് കാശ് മേടിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ മണി ലോണ്ടറിങ്, ഇപ്പോ കൈക്കൂലി വാങ്ങിയ പണം അല്ലെങ്കിൽ തലവരി കോളേജുകൾ നടത്തിയിട്ട്
വലിയ തലവരിപ്പണം വാങ്ങിയത് ക്യാഷായിട്ട് കയ്യിലിരിപ്പുണ്ട്. അത്തരത്തില് എളുപ്പത്തിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റാത്ത പണം കയ്യിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 5 കോടിയോ 10 കോടിയോ കയ്യിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ലോട്ടറി അടിച്ച ഒരു സാധാരണക്കാരൻ, അയാൾക്ക് 5 കോടി രൂപയാണ് ലോട്ടറി അടിച്ചേക്കുന്നത്. അയാൾക്ക് അതിന്റെ ടാക്സും ഏജൻസ് കമ്മീഷനും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്നത് ഒരു 60% 65% തുകയാണ്. ഇതുപോലെ പണം വെളുപ്പിച്ചെടുക്കാനുള്ള ഒരാള് അയാൾക്ക് എന്താണ്, അയാൾക്ക് ഒരു തരത്തിലും പുറത്തെടുക്കാൻ പറ്റാത്ത പണമാണ്. കള്ളക്കടത്തേക്കിട്ട് ഉണ്ടാക്കിയ പണമാണ്, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി ഉണ്ടാക്കിയ പണമാണ്. അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് ലോണ്ടറി ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുള്ളൂ. അപ്പൊ ഇയാൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി എന്താ, അയാൾക്ക് പരിചയമുള്ള ഒരാൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളിയുടെ അടുത്ത് തന്നിട്ട് നിങ്ങളുടെ ലോട്ടറി എനിക്ക് തന്നേര്, ഞാൻ നിങ്ങൾക്ക് 75 ലക്ഷം രൂപ തരാം. അപ്പോൾ ഈ ലോട്ടറി അടിച്ച ആളെ സംബന്ധിച്ച് 65 ലക്ഷം രൂപ കിട്ടും എന്ന് വിചാരിക്കുന്ന സ്ഥാനത്താണ് 75 ലക്ഷം രൂപ കിട്ടുന്നത്. 10 ലക്ഷം രൂപ. മറ്റേ അദ്ദേഹത്തിന് എന്താ ഗുണം, 25 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് കൊടുത്താലും അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന 75 ലക്ഷം രൂപ പോയി കിട്ടുകയും ചെയ്തു. 65 ലക്ഷം രൂപ വൈറ്റ് മണി ആയിട്ട് അദ്ദേഹത്തിന്റെ ബാങ്കിലേക്ക് വരികയും ചെയ്തു. ഇതാണ് ഇത് ലോണ്ടറിങ്ങിന്റെ ഒരു ഉഗ്രൻ ഉദാഹരണമാണിത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ കള്ളപ്പണം ഉണ്ടായിരുന്ന ഒരാള് പണം വെളുപ്പിക്കുന്നു. ഈ ലോട്ടറി ടിക്കറ്റ് ബ്ലാക്കിൽ വിൽക്കുന്ന ആള് ഈ മണി ലോണ്ടറിങ്ങിന് കൂട്ടുനിൽക്കുന്നു. രണ്ടാമത് അദ്ദേഹം ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യുന്നു. ഈ ജനറേറ്റ് ചെയ്യുന്ന പണം ഇദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു 40 ലക്ഷം രൂപ ബാക്കി വന്നു എന്ന് വിചാരിക്കുക. ഇദ്ദേഹം പിന്നെ ഈ 40 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് ട്രാൻസാക്ട് ചെയ്യുന്നത് മുഴുവൻ. ഇദ്ദേഹം ഈ കടം ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നതും ഒരു ബ്ലാക്ക് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഈ എൻ്റയർ എക്കോണമിയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ ബ്ലാക്ക് മണി കൊണ്ട് അല്ലെങ്കിൽ ഗ്രേ മണി കൊണ്ട് ഇദ്ദേഹം ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു എക്കോണമിയിൽ ബ്ലാക്ക് മണീനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ശിക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി ലോണ്ടറിങ്ങിന് കൂട്ടുന്നതിന് പുള്ളിക്ക് ശിക്ഷ കിട്ടാം. ഈ ബ്ലാക്ക് മണി ഇദ്ദേഹം കൊണ്ടുപോയി ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇൻകം ടാക്സുകാർ പിടിച്ചിട്ട് ശിക്ഷ കിട്ടാം. അങ്ങനത്തെ പെനാൽറ്റികളും ഇദ്ദേഹത്തിന് നോക്കിയിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ചെയ്യേണ്ടിയിരുന്ന എന്താണ്, ഇദ്ദേഹം കിട്ടിയ എമൗണ്ട് കൊണ്ട് ബാങ്കിൽ അല്ലെങ്കിൽ ലോട്ടറി വകുപ്പിൽ കൊടുത്ത് ആ ലോട്ടറി എൻക്യാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് ലോട്ടറിയിൽ സാധാരണ ചെയ്യുന്ന ബ്ലാക്ക് ട്രാൻസാക്ഷൻ. അതായത് ഞാൻ ബ്ലാക്കിൽ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഏതെങ്കിലും പണം വെളുപ്പിക്കാൻ, കള്ളപ്പണം വെളുപ്പിക്കാൻ ആവശ്യമുള്ള ഒരാൾക്ക് ഈ ലോട്ടറി ലിക്വിഡ് ക്യാഷിന് വിറ്റിട്ട് ക്യാഷ് വാങ്ങാം. അദ്ദേഹം അത് ഗവൺമെന്റിൽ കൊടുത്ത് കൃത്യമായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഫണ്ട് ബാങ്കിൽ വാങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് മണി ഇൻവോൾവ് ആണ്, മണി ലോണ്ടറിങ് ഇൻവോൾവ് ആണ്. വലിയ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു തർക്കമില്ല. നമ്മളിത് അറിഞ്ഞുകൊണ്ട് അറിയാതെ അപ്പൊ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതെ ഈ മണി ലോണ്ടറിങ് നടത്തുന്ന ഈ കള്ളപ്പണം കയ്യിലുള്ള ആൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. അദ്ദേഹം ഇത് ലേണഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ലോട്ടറി കിട്ടിയ ഹതഭാഗ്യൻ, ഭാഗ്യവശാൽ ലോട്ടറി കിട്ടിയ ഹതഭാഗ്യൻ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഈ ഫണ്ട് കൊണ്ടുപോയിട്ട് ഇപ്പൊ 40 ലക്ഷം രൂപ എല്ലാം കഴിഞ്ഞ് ബാക്കി വന്നു. ഇദ്ദേഹം അത് വെച്ചൊരു വീട് വാങ്ങാന്ന് വിചാരിച്ചാൽ അദ്ദേഹം പെടും. ഇൻകം ടാക്സുകാർക്ക് ഈ ഡാറ്റ കിട്ടും. നമ്മൾ ഇതിനു മുമ്പ് ഏത് വീഡിയോകൾ കണ്ടറിയാൻ പറ്റും എങ്ങനെയാണ് ഡാറ്റ കിട്ടുന്നത്. ഇനി ഇദ്ദേഹം കൊണ്ടുപോയി അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും, എങ്ങനെ ഒരു ഫോമലായിട്ടുള്ള എന്ത് ഇൻവെസ്റ്റ്മെന്റിൽ പുള്ളി കൊണ്ടുപോയി ഇത് ചെയ്യാന്ന് വിചാരിച്ചാലും ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന 40 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആവും. അപ്പോൾ ഗുരുതരമായി തെറ്റാണെന്ന് മാത്രമല്ല വളരെ അപകടകരവുമാണെന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഈ ലോട്ടറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, TDS TCS ഇത് തമ്മിലുള്ള വ്യത്യാസം പലർക്കും ഇപ്പോഴും മാറിപ്പോകുന്നുണ്ട്. ഈ TDS TCS എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ ഈ ടാക്സേഷനിൽ വന്നിട്ട് കുറെ അധികം കാലമായെങ്കിലും ഇപ്പോഴും ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ വളരെ കൺഫ്യൂഷൻ ആളുകളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ TDSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, മറ്റേ TCS ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് ഡിഡക്ഷൻ, ഏതെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന വ്യക്തി അത് കിട്ടുന്ന വ്യക്തിയിൽ നിന്ന് ഒരു നിശ്ചിത തുക, സർക്കാർ പല കാര്യങ്ങൾക്ക് പല റേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അത്രയും തുക പിടിച്ചു വെച്ചിട്ട് കൊടുക്കുന്ന. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ശമ്പളം കൊടുക്കുകയാണ്. ശമ്പളം കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ടാക്സബിൾ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാലറിയുടെ പുറത്ത് വരുന്ന ടാക്സ് അത്ര എമൗണ്ട് ഞാൻ എൻ്റെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് ഞാനത് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന സമയത്ത് എൻ്റെ ആ സ്റ്റാഫിന്റെ പാൻ നമ്പർ കൂടി ചേർത്തിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് അക്കൗണ്ടിൽ ഞാൻ ഈ പിടിച്ച് ഗവൺമെന്റിലേക്ക് അടച്ച തുക അവിടെ കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യും. അദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് ആ TDSന്റെ ക്ലെയിം എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കോൺട്രാക്ട് വർക്കിന് വന്ന ഒരാൾ, അദ്ദേഹത്തിന് ഞാൻ പേയ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ പേയ്മെന്റിൽ നിന്ന് ഞാനൊരു തുക ഡിഡക്ട് ചെയ്ത് വെക്കുന്നു. ഞാനത് ഗവൺമെന്റിലേക്ക് അടച്ച് അദ്ദേഹത്തിന്റെ പാൻ നമ്പറിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ അതിന്റെ റിട്ടേൺ ഇൻകം ടാക്സിലേക്ക് ഫയൽ ചെയ്യുന്നു. ഇൻകം ടാക്സിന് മനസ്സിലാവും ഇദ്ദേഹം
എനിക്ക് ഇത്ര രൂപയുടെ കോൺട്രാക്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് ആദ്യത്തെ കേസിൽ ഗവൺമെന്റിന് മനസ്സിലാവും എൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് അത്രയും രൂപ സാലറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വിത്ത് ഹോൾഡ് ചെയ്യുവാണ് ഞാൻ. അയാൾക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഞാൻ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ആ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ഞാൻ ഗവൺമെന്റിലേക്ക് അടച്ചിട്ട് പറയാനത് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇത്ര രൂപ വിത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അടയ്ക്കുന്നു, അയാളുടെ പാൻ നമ്പർ ഇതാണ്. അതാണ് ഈ മെക്കാനിസത്തിന്റെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര ടാക്സ് ലയബിലിറ്റി വരുന്നോ അതിൽ നിന്ന് ഈ കാണുന്ന TDS എമൗണ്ട് കുറച്ചിട്ട് ബാലൻസ് അടയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ പുള്ളി അടയ്ക്കുക. ഇനി അദ്ദേഹത്തിന് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാക്സ് അടയ്ക്കാനൊന്നും വരണില്ലെങ്കിൽ ഈ TDS എമൗണ്ട് അദ്ദേഹത്തിന് റീഫണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും. ഇതാണ് അതിൻ്റെ അകത്തെ മെക്കാനിസം. ഗവൺമെന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇദ്ദേഹത്തിന് ഇത്രയും ഇൻകം കിട്ടിയെന്നുള്ള കാര്യം അറിഞ്ഞു, ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന് നോട്ടീസുകൾ അയച്ച് അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കാം, അദ്ദേഹത്തിനെ കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിക്കാം. അതാണ്. പിന്നെ ഇത്രയും ഒരു എമൗണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു എമൗണ്ട് അവിടെ കിടക്കുന്നത്. ഇതേ കാര്യം തന്നെ നോൺ റെസിഡൻസിന്റെ കേസിലാവുമ്പോഴത്തേക്ക് ഒരു ഹയർ റേറ്റ് TDS ആണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിലല്ല, ഒരു പക്ഷേ അവര് റിട്ടേൺ ഫയൽ ചെയ്യാതെയൊക്കെ നിന്നാലും ഗവൺമെന്റിന് അവരെ ഫോളോ അപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റാതെ വന്നാലും അതിൻ്റെ അകത്ത് കിട്ടേണ്ട ടാക്സ് എമൗണ്ട് മുഴുവനായിട്ട് TDS ആയിട്ട് കിട്ടിയിട്ടുണ്ടാവണം. റെസിഡൻസിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഒരു ചെറിയ എമൗണ്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ചെയ്തില്ലെങ്കിലും അവരെ ഫോളോ അപ്പ് ചെയ്യാനും അവരെ പിടിച്ച് ടാക്സ് അടപ്പിക്കാനും ഗവൺമെന്റിന് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ആ രീതിയിൽ ചെയ്യണം. ഇനി TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക തരം ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഇൻകം ഒന്നും ഇല്ലാത്ത ഒരാൾ വലിയൊരു കാറ് വാങ്ങുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് പണം അയക്കുന്നു, ഒത്തിരി കാര്യങ്ങൾക്ക് TCS ഉണ്ട്. ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ TDS എന്ന് പറയുന്നത് കൊടുക്കുന്ന ഒരു ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേയ്മെന്റിൽ നിന്ന് പിടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ് വാങ്ങുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വിദേശത്തേക്ക് കാശ് അയക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നിന്ന് പിടിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ കൂട്ടത്തിൽ കൂടി ഒരു ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നിശ്ചിത ശതമാനം തുക കൂട്ടി അടപ്പിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒരു കാറ് വാങ്ങിയാൽ 1% TCS കൂടി നമ്മൾ അതിന് കൊടുക്കണം. ആ TCS നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പാൻ നമ്പറും കൂടി ചേർത്ത് ഈ TCS കളക്ട് ചെയ്യുന്ന ആള് ഒരു റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ ഗവൺമെന്റിന് മനസ്സിലാവും ഇപ്പം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒരു കാറ് വാങ്ങിയിട്ടുണ്ടെന്ന്. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കും. എന്തുകൊണ്ടാണ്? 10 ലക്ഷം രൂപയുടെ കാറ് മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ ഇൻകം ഉണ്ടാവണം. 10 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ചെയിൻ ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി. പക്ഷെ ആളുകളുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ വൺസ് TDS കട്ടായി പോയി കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ള ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞു എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അത് പ്രത്യേകിച്ച് ആ തോന്നലുള്ള ആൾക്കാരെന്ന് പറയുന്നത് സാലറിക്കാരാണ്. ബാക്കി ഇപ്പോൾ കോൺട്രാക്ട്, പ്രൊഫഷണൽ പേയ്മെന്റ്സ്, കമ്മീഷൻ അങ്ങനത്തെ ഉള്ള കേസുകളിലെല്ലാം നമുക്കൊരു ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ നമുക്ക് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30%, 20% ഒക്കെ ആണല്ലോ. കട്ട് ചെയ്യണത് 5%, 2%, 1% ഒക്കെയാണ്. അപ്പോൾ രണ്ടും ഒന്നല്ല എന്ന് ഒരു ലോജിക്കലി തിങ്ക് ചെയ്താൽ മനസ്സിലാവും. പക്ഷേ സാലറിക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാലറിയുടെ TDS എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ മുഴുവൻ സാലറിയുമേ വരുന്ന ടാക്സ് എത്രയാണോ അത്രയുമാണ് കട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് ഒരു തെറ്റായ ധാരണ ഉണ്ടാവണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടാക്സ് മുഴുവൻ ഞാൻ TDS ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നാണ് അവർക്ക് വരണത്. അപ്പോൾ അത് തെറ്റായ ധാരണയാണ്. TDS എന്ന് പറയുന്നത് നമുക്ക് സാലറി തരുന്നവരുടെയോ അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് തരുന്നവരുടെയോ അതുപോലെ TCS കളക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് TCS എന്ന് പറയുന്നത്. അതിന് അഗേൻസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ഇത് ഡിഡക്ട് ചെയ്യപ്പെടുന്നവരുടെയോ കളക്ട് ചെയ്യപ്പെടുന്നവരുടെയോ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തില്ലെങ്കിൽ ഈ ഡാറ്റ ഇൻകം ടാക്സിന്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ പിന്നാലെ എത്തും. നമ്മൾ ഒരു കൂടിയ തുകയ്ക്ക് ഫൈനും പെനാൽറ്റിയും ഒക്കെ ചേർത്ത് ലയബിൾ ആവും എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട്. അപ്പോൾ വൺസ് നമ്മുടെ കയ്യിൽ നിന്ന് TDS ഓ TCS ഓ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡിഡക്ട് ചെയ്യുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇൻകം ടാക്സിൽ നമ്മൾ പലതരത്തിലുള്ള കിഴിവുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റിബേറ്റ്, എക്സംഷൻ, ഡിഡക്ഷൻ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പലപ്പോഴും ഈ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങളാണ്. ശ്രീത്ത് പറഞ്ഞ ശരിയാണ്. ഒരുപാട് കിഴിവുകൾ ഇൻകം ടാക്സിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് സെക്ഷൻ 10 വരുന്നത് എക്സംഷൻസ് ആണ്. അത് അതിന്റെ ഡെഫിനിഷനിൽ തന്നെ അത് ഭൂരിഭാഗം സെക്ഷൻ 10 കേസുകളും ഇൻകമേ അല്ലെന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഈ ആ റെസിപ്റ്റുകളൊന്നും തന്നെ ഇൻകമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തെ ടാക്സബിൾ പോർഷനും അല്ലാത്തതുമായിട്ട് വേർതിരിക്കാനുള്ളതുണ്ട്. അപ്പോൾ സെക്ഷൻ 10 സാധാരണഗതിയിൽ വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെക്ഷൻ 10 സാധാരണ വരുന്നത്. അതായത് HRA, ഗ്രാറ്റുവിറ്റി,
LTC ഇതിന്റെ എല്ലാം ഡിഡക്ഷൻസ് എക്സംഷൻസ് വരുന്നത് സെക്ഷൻ 10-ലാണ്. സെക്ഷൻ 10-ൽ വരുന്നത് എക്സംഷൻസ് ആണ്. അതിൽ ഭൂരിഭാഗവും ഈ ഇൻകമേ അല്ല എന്ന് ഉള്ളതാണ്. അപ്പോൾ ആ എക്സംഷൻസ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുകയല്ല ചെയ്യണേ, അത് കഴിച്ചിട്ട് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യണത് എക്സംഷൻസിൽ. ഇനി എക്സംഷൻസ് അല്ലാത്തതും ഉണ്ട് കേട്ടോ. പിന്നെ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻകം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കിഴിവുകൾ എന്ന് നേരത്തെ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടാണ്. അതാണ് ശരിക്കും കിഴിവുകൾ. 80G നമ്മൾ സംഭാവനകൾ കൊടുക്കുന്നതിൻ്റെ അതാണ് 80G. 80C നമ്മുടെ ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ്, അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അത്തരത്തിൽ അതുപോലെ നമ്മളുടെ എഡ്യൂക്കേഷണൽ ലോൺ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻസസ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ആ സെക്ഷൻ 80C എന്ന് പറയുന്ന സെക്ഷനാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ലോൺ ഡീൽ ചെയ്യുന്ന 80E ആണ്. അങ്ങനെ ആ സെക്ഷൻ 80-ൽ വരുന്ന സാധനങ്ങൾ മെഡിക്ലെയിം ഇൻഷുറൻസ് 80D-ലാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഡിഡക്ഷൻസ് ആയിട്ടാണ് ചാപ്റ്റർ 6A ഇൻകം ടാക്സിന്റെ ചാപ്റ്റർ 6A ഡിഫൈൻ ചെയ്യുന്ന ഡിഡക്ഷൻസ് ആണ് അതെല്ലാം. അത് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുകയാണ്. വൺസ് നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ നിന്ന് കുറയ്ക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സെക്ഷൻ 10 എക്സംഷൻസ് എന്ന് പറയുന്നത് ഇൻകം ആയിട്ടേ ട്രീറ്റ് ചെയ്യാത്തതാണ്. അവിടെ പിന്നെ നമ്മൾ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റിന് കിഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റിന് കിഴിവെന്ന് പറഞ്ഞാൽ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് കിഴിവായിട്ട്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോസ് ഓൺ ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഒരു നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഉള്ള ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന വാടകയിൽ നിന്ന് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ബാലൻസ് വരുന്നത് ഒരു നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അതൊരു ലോസ് ആണ്. ആ ലോസ് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാമെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാടകയ്ക്കൊന്നും കൊടുക്കാതെ ഉപയോഗിക്കണം നമ്മുടെ സ്വന്തം വീടിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത ഹൗസിംഗ് ലോൺ, അതിന്റെ ഇൻട്രസ്റ്റ് അത് 0 ഇൻകത്തിൽ നിന്ന് ആ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫിഗർ ആണല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോസ് ആണ്. അതും ഒരു കിഴിവാണ്, പക്ഷെ അത് ലോസ് ആണ്. അപ്പൊ ഇത് മൂന്നും ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഇനി റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബജറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു 4 ലക്ഷം രൂപ വരെ 3 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് ഇല്ല. പക്ഷെ 3 ലക്ഷം കഴിഞ്ഞിട്ട് 12 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അതായത് 3 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് ടാക്സ് ഉണ്ട്. ആ ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെ അടയ്ക്കണ്ട എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, അതിനാണ് റിബേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേറെ റിബേറ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ വിദേശത്ത് ഇൻകം ഉണ്ടായി, നമുക്ക് ഇവിടെയും വിദേശത്ത് ഒരുപോലെ ചാർജബിൾ ആയി, അത് ഇവിടെ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു റിബേറ്റ് എടുക്കാം. അവിടെ കൊടുത്ത ടാക്സ്, വിദേശത്ത് നമ്മൾ ഒരു ഇൻകത്തിന് ടാക്സ് കൊടുത്തു, ആ ഇൻകം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും ടാക്സ് വരണം. അപ്പോൾ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റുമായിട്ടുള്ള ട്രീറ്റിയുടെ പാർട്ടായിട്ടുള്ള അതും നമ്മൾ റിബേറ്റ് ആയിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ പലതരത്തിലുള്ള റിബേറ്റുകളുണ്ട്. പിന്നെ നമുക്ക് അരിയർ ഓഫ് സാലറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിന്റെ ടാക്സ് ക്ലെയിം. അപ്പൊ ഈ അത്തരത്തിൽ വരുന്നതാണ് റിബേറ്റുകൾ. അപ്പോൾ ഈ കിഴിവുകൾ എന്ന് നമ്മൾ ഒറ്റ ടൈമിൽ പറയുമ്പോഴും ഈ പലതരത്തിലാണ് വരുന്നത്. നമുക്കിത് ഒരു സാധാരണ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് ഇത് നോക്കാൻ ഏറ്റവും എളുപ്പം ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ അകത്ത് ഈ ഇന്ന കാര്യമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമുക്ക് ഇന്ന സെക്ഷൻ പ്രകാരം ഉള്ളതാണ്. അപ്പം നമുക്ക് അതാത് സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്ന ഒരു ലേമാൻ അത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇൻട്രിക്കസിയിലേക്ക് പോയത് ഒത്തിരി സെക്ഷൻസ്, ഒരുപാട് പേയ്മെന്റ്സ് ഇതിൽ വരുന്നതുണ്ട്. നമ്മുടെ അടുത്ത വർഷം വരാൻ പോകുന്ന ഇൻകത്തിൻ്റെ ഒരു എല്ലാ ഇൻകങ്ങളും കൂടി നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ എത്ര രൂപ ടാക്സ് വരുമെന്ന് കണ്ടുപിടിക്കുക. അത് 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ, മാർച്ച് മാസങ്ങളിലായിട്ട് ഇതിന്റെ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.